മെഡ്സപ്പ് പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. എംപാനൽ ചെയ്ത എല്ലാ ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനിയുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രിയോത്ത് നടപടികൾ ആരംഭിക്കേണ്ടതാണ്. പ്രിയോത്തിന് അപേക്ഷിക്കുമ്പോൾ ഇനി പറയുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്: മെഡ്സപ്പ് ID കാർഡ്, ഫോട്ടോ ID കാർഡ്, ഇൻഡോർ കേസ് ഷീറ്റ്, അന്വേഷണ റിപ്പോർട്ടുകൾ, പാക്കേജ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ തുക അഭ്യർത്ഥിക്കുന്ന എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രിയോത്ത് ഫോം, പ്രവേശന വിശദാംശങ്ങൾ, മറ്റേതെങ്കിലും ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്താൽ ആ റെഫറൽ കത്ത്, ആദ്യ കൺസൾട്ടേഷൻ പേപ്പറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഫാക്കോ എമൽസിഫിക്കേഷൻ പ്ലസ് IOL തിമിര ശസ്ത്രക്രിയയാണെങ്കിൽ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ലെറ്റർ. പ്രീ ഓതറൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വറികൾക്ക് ആശുപത്രിയിൽ നിന്നും ഉടനടി പരമാവധി അന്നേ ദിവസം തന്നെ മറുപടി നൽകേണ്ടതാണ്. ആശുപത്രി അധികൃതർ രോഗി അഡ്മിറ്റായി 24 മണിക്കൂറിനുള്ളിൽ പ്രീ ഓതറൈസേഷൻ റിക്വസ്റ്റ് അനുബന്ധ രേഖകൾ സഹിതം ആശുപത്രിയുടെ ഇൻഷുറൻസ് ഡെസ്ക് മുഖാന്തരം അപ്ലോഡ് ചെയ്ത് അപ്രൂവൽ ഉറപ്പാക്കിയാൽ മാത്രമേ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഇനി പറയുന്ന നിർബന്ധിത രേഖകൾക്കൊപ്പം അന്തിമ ക്ലെയിമുകൾക്കുള്ള നടപടികൾ ആരംഭിക്കേണ്ടതാണ്: ഫൈനൽ ബിൽ, ഡിസ്ചാർജ് സമ്മറി, രോഗി മരണപ്പെട്ടെങ്കിൽ ഡെത്ത് സമ്മറി, ഓർത്തോ സർജറിയുടെ കാര്യത്തിൽ പ്രീ പോസ്റ്റ് എക്സ്റേസ്, ഇൻഡോർ കേസ് ഷീറ്റ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, ഫാർമസി ബിൽ ഉൾപ്പെടെയുള്ള ബ്രേക്കപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ബിൽ, സർജറിയുടെ കാര്യത്തിൽ OT നോട്ട്, ഇന്റർവെൻഷണൽ പ്രൊസീജിയറിന്റെ കാര്യത്തിൽ കാത്ത് ലാബ് നോട്ട്സ്, ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റിക്കേഴ്സ് ആൻഡ് ഇൻവോയ്സ്, കാറ്ററാക്ട് സർജറിയുടെ കാര്യത്തിൽ ലെൻസ് ഇൻവോയ്സ് സ്റ്റിക്കർ, ആക്സിഡന്റ് കേസുകളുടെ കാര്യത്തിൽ FIR അല്ലെങ്കിൽ MLC. തിരഞ്ഞെടുക്കുന്ന പാക്കേജ് തെറ്റായാൽ ക്ലെയിം നിരസിക്കലിന് കാരണമാകുന്നതാണ്. ആയതിനാൽ ഏത് പാക്കേജ് ആണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആശുപത്രിക്ക് ഉറപ്പില്ലെങ്കിൽ പാക്കേജ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട TPA അല്ലെങ്കിൽ ഇൻഷുററുമായി ബന്ധപ്പെടുക. ഹോസ്പിറ്റലൈസേഷന് മുൻപും ശേഷവുമുള്ള ചിലവുകൾ അന്തിമ ബില്ലിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6 മാസത്തിൽ താഴെയുള്ള നവജാത ശിശുക്കൾക്ക് മെഡ്സപ്പ് കാർഡിൽ പേരില്ലെങ്കിലും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അതിനാൽ മെഡ്സപ്പ് ഗുണഭോക്താക്കളുടെ അത്തരം ആശ്രിതർക്ക് മെഡ്സപ്പ് ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത്. ക്ലെയിം രജിസ്റ്റർ ചെയ്യുന്നതിനായി മെഡ്സപ്പ് ഗുണഭോക്താക്കളിൽ നിന്ന് മുൻകൂർ പേയ്മെന്റ് വാങ്ങുന്നത് ആശുപത്രികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. മെഡ്സപ്പ് ഒരു പണരഹിത പദ്ധതിയാണ്. മെഡ്സപ്പ് ഗുണഭോക്താക്കളിൽ നിന്ന് പണമോ ചെക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള പേയ്മെന്റോ ഈടാക്കാൻ ആശുപത്രികൾക്ക് അർഹതയില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ തെറ്റ് ചെയ്യുന്ന ആശുപത്രികൾക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ്. എംപാനൽ ചെയ്യാത്ത ആശുപത്രിയിൽ ചികിത്സ നടത്തിയാൽ മെഡ്സപ്പ് ക്ലെയിം തിരികെ ലഭ്യമാകുന്നതല്ല. കാർഡിയാക് അറസ്റ്റ്, റോഡ് ആക്സിഡന്റ്, സ്ട്രോക്ക് ഇവയ്ക്ക് മാത്രമേ എംപാനൽ ചെയ്യാത്ത ആശുപത്രികളിലെ ചികിത്സാ ചിലവ് റീഇംബേഴ്സ് ചെയ്ത് ലഭ്യമാവുകയുള്ളൂ. ക്ലെയിമിന് അംഗീകാരം നൽകുന്നത് TPA അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ആശുപത്രികൾക്ക് അവരുടെ പരാതികൾ medsuphospitals@orientalinsurance.co.in എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. കൂടാതെ ജില്ലാതലത്തിലുള്ള പരിഹാര സംവിധാനത്തിലും പരാതി ഓൺലൈനായി നൽകാവുന്നതാണ്.